എടാ സഞ്ജയേ, നീ ഇതുവരെ റെഡി ആയില്ലയോ? എടാ ഞാനും നമ്മുടെ ബ്രോക്കർ കുഞ്ഞാപ്പും കൂടെ ഇവിടെ വന്നിട്ട് എത്ര നേരമായെന്ന് അറിയാമോ? ഓ, ഇവന്റെ ഒരു മുടിഞ്ഞ മമ്മൂട്ടി ഭ്രാന്ത് കാരണം എന്തൊക്കെ പുലിവാലുകളാണ് ദൈവമേ. പുലിവാലുകളോ? മെഗാസ്റ്റാർ മമ്മൂട്ടിയോട് ആരാധനയുള്ളത് ഒരു നല്ല കാര്യമല്ലയോ? നിങ്ങൾ ഈ പറയുന്നതൊക്കെ സാധാരണ ആരാധനയൊന്നും അല്ല. മമ്മൂക്ക എന്ന് പറഞ്ഞ അവന് ഭ്രാന്താ. നിങ്ങൾക്കറിയാവോ, കൂലിപ്പടിക്കുന്ന കാലത്ത് പുസ്തകത്തിനകത്ത് മയിൽപ്പീലി വെക്കുന്നതിന് പകരം മമ്മൂക്കാടെ ഫോട്ടോ അല്ലേ വെട്ടി ഒട്ടിച്ചു വെച്ചിരുന്നത്. എന്നിട്ട് മയിൽപ്പീലി തുണ്ട് പെറ്റു പെരുകുന്നത് പോലെ മമ്മൂക്കാടെ ഫോട്ടോയും പെറ്റോ? കുഞ്ഞാപ്പു തുറയുന്ന വർത്താനം പറയല്ലേ. എന്റെ കുഞ്ഞാപ്പു, അവൻ ഊണിലും ഉറക്കത്തിലും മമ്മൂക്കാന്ന് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എന്തിന്? വൈകിൽ നേരത്ത് വിളക്ക് കത്തിക്കുമ്പോ പോലും വെക്കുന്ന ഫോട്ടോ ആർക്കൊള്ളയാ? മമ്മൂക്കാടെ. അതെ, സംസാരിച്ചിരിക്കാൻ നമുക്ക് അധികം സമയമില്ല. അവനോടൊന്ന് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ. എങ്ങനെ ഇറങ്ങി വരാൻ? മേക്കപ്പും കോസ്റ്റ്യൂമും. യോ, ഭ്രാന്ത് പിടിക്കുന്നു. എടാ സഞ്ജയേ, നീ വരുന്നേക്ക് വാ, ഇല്ലെങ്കിൽ ഞങ്ങള് പോവുക. എന്നാ വാ, നമുക്ക് പോവാ. അവന്റെ പെണ്ണ് കാണാൻ അവനില്ലാതെ നമ്മള് പോയിട്ട് എന്താ കാര്യം? അത് ശരിയാണല്ലോ. എന്നാ പിന്നെ അവനെ ഒന്ന് വിളിയടേ. അവനെ അങ്ങനെ എങ്ങനെയൊന്നും വിളിച്ച അവൻ വരത്തില്ല. പിന്നെ വിളിക്കേണ്ട ഒരു രീതിയുണ്ട്. എടാ മമ്മൂക്ക സഞ്ജയേ. വീണ്ടും മമ്മൂക്കാടെ വേഷത്തിൽ. എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, നിനക്കെന്താടാ നിന്റെ സ്വന്തം രൂപത്തിൽ വന്ന? എനിക്ക് എന്റെ മമ്മൂക്കായെ വിട്ടിട്ട് മറ്റൊരു ജീവിതം വേണ്ട, വേണ്ടേ വേണ്ട. എടാ 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 പൊട്ടം കൂണാപ്പാ, നീ നിന്റെ സ്വന്തം ശബ്ദത്തിൽ സംസാരിച്ചാ മതി. അളിയാ, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ മമ്മൂക്കായോടുള്ള ആരാധന വിട്ടിട്ട് വേറൊരു ജീവിതമേ വേണ്ടാന്ന്. താരാരാധനയൊന്നും കുഴപ്പമില്ല സഞ്ജയ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. കുഞ്ഞാപ്പയ്ക്ക് അറിയാവോ, ഇവന്റെ ഈ താരാരാധന കാരണം കഴിഞ്ഞ കുറെ കല്യാണങ്ങൾ മുടങ്ങിപ്പോയത്. അതെങ്ങനെ? ഇവ ഒരു പ്രാവശ്യം പെണ്ണ് കാണാൻ പോയപ്പെട്ട വേഷം എന്തോന്ന് അറിയാവോ? വാറുണ്ണിയുടെ വേഷം. പിന്നെ ഒരു വട്ടം പെണ്ണ് കാണാൻ പോയപ്പം ഉട്ടുറുമീസിന്റെ വേഷം. ഈ വേഷത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുവോ? എന്നെ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി. ഇതൊന്നുമല്ലാതെ ഞാൻ ഇൻസ്പെക്ടർ ബൽറാമിന്റെ വേഷം കെട്ടി ഒരു പെണ്ണ് കാണാൻ പോയല്ലോ, എന്നിട്ട് എന്തായി? കേസായി. അതെങ്ങനെ? എന്റെ കുഞ്ഞാപ്പു, പോലീസ് അല്ലാത്തൊരുത്തൻ പോലീസിന്റെ വേഷം ഇട്ടിട്ട് പെണ്ണ് കാണാൻ ചെന്നാൽ പിന്നെ പോലീസ് പിടിക്കത്തില്ലേ? അതൊന്നുമല്ല, പെരുമ്പാവൂരിന്ന് ആലോചന വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ ആ സ്ഥലപ്പേരുള്ളിടത്തുനിന്ന് എനിക്ക് ശരിയാവില്ലാതെ. പോരാത്തിന് അവിടെ ചെന്നപ്പോഴോ വീട്ടുപേര് ആശീർവാദ്, അച്ഛന്റെ പേര് പ്രണവ്, പെണ്ണിന്റെ പേര് ഗാഥ, ഒരുമാതിരി ജാമിട്ട മാതിരി ഒരു പേര്. പിന്നെ എനിക്ക് അവരെ കണ്ടപ്പോഴേ മനസ്സിലായി അവരൊക്കെ കുറച്ച് ഇസമുള്ള ആൾക്കാരാണ്. എന്തിസം? ലാലിസവേ. അതൊക്കെ പോട്ടെ കുഞ്ഞാപ്പ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പെണ്ണെങ്ങനെ ഉണ്ട്? ഇന്ന് കാണാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് പറയുവാണെങ്കിൽ മണിപത്തൂരിലാണ് താമസം, പാലേരിയിലാണ് അമ്മ വീട്. അച്ഛന്റെ പേര് അറക്കൽ മാധവനുണ്ട്, അമ്മയുടെ പേര് കുട്ടിമാളു, പെണ്ണിന്റെ പേരല്ലേ അതിലും കേമം, മേഴ്സി. അതൊക്കെ ഓക്കെ. ഈ പെണ്ണിനെ കാണാൻ എങ്ങനെ ഉണ്ട്? ചെന്തെങ്ങു കുലച്ച പോലെ, ചെമ്പകം പൂത്ത പോലെ, ചെമ്മാനം തുടുത്ത പോലൊരു പെണ്ണ്. നിർത്ത്. ഇതൊന്നും പോരാ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് എനിക്കും ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എന്താ നിന്റെ സങ്കല്പം? ഞങ്ങളോട് പറ. മാമ്പുള്ളിക്കാവിൽ മരതക കാവിൽ മണിക്കൊന്ന കണി വച്ച തമ്പുരാട്ടി, മഞ്ഞളിൻ നിറം കൊണ്ടും മൈ കണ്ണിൻ മുന കൊണ്ടും മദനനെ മയക്കുന്ന തമ്പുരാട്ടി, ഇവളിനി മംഗലത്തു വിളക്കു വെക്കണ വമ്പുകാരി. ഏറ്റു, നീ പറഞ്ഞതെല്ലാം ഏറ്റു. പക്ഷെ ഒരു കാര്യം, ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ മാറ്റി ഈ മമ്മൂട്ടിയുടെ മാൻഡ്രസവും ഈ കോസ്റ്റ്യൂമും എല്ലാം മാറ്റി നീ യഥാർത്ഥ സഞ്ജയ് ആയിട്ട് ഞങ്ങളോട് വരണം. പറ്റുമോ? വരാം. നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച് ഞാൻ നിങ്ങൾക്കൊപ്പം വരാം. എപ്പോഴും ഈ ഏട്ടൻ തോറ്റ് എന്നിട്ടല്ലേ ഉള്ളൂ. തുടങ്ങി. ഈ സ്വഭാവം നിർത്താനാ നിന്റെ അടുത്ത് പറഞ്ഞത്. എന്നാ വരാം, ഇനിയെങ്കിലും എന്റെ കല്യാണം നടക്കണം. പക്ഷെ നിന്റെ മമ്മൂട്ടി ഭ്രാന്ത് കാരണം ഈ കല്യാണം എങ്ങാനും മുടങ്ങിയ നീ എന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞ് എന്നെ തിരക്കി പിന്നെ മേലെ വന്നേക്കരുത്. ഇതോടുകൂടി തീരും നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും. റെഡിയാണോ? സമ്മതിച്ച്. ഹലോ. അയ്യോ, അങ്ങനെ പറഞ്ഞാലെങ്ങനെ? അയ്യോ, ഹലോ ഹലോ ഹലോ. എന്താ കുഞ്ഞപ്പു, എന്ത് പറ്റി? യവന്റെ ഈ മമ്മൂട്ടി പ്രാന്തേ ആ പെണ്ണിന്റെ വീട്ടിൽ ആരോ വിളിച്ചു പറഞ്ഞ്, അതുകൊണ്ട് ഇപ്പൊ അവര് പറയുന്നതേ യവനുമായിട്ടുള്ള കല്യാണം വേണ്ടാന്ന്. പോയി കുഞ്ഞാപ്പു, എല്ലാം പോയി. അയ്യോ, നിർത്ത്. നിങ്ങളിങ്ങനെ ചാക്കാല വീട്ടിലെ കിടക്കട നിലവിളിക്കല്ലേ. എടാ സഞ്ജയ്, നീ ഒരു കാര്യം അറിഞ്ഞോ? എന്താടാ? എടാ നിന്റെ ഈ മമ്മൂക്കാടത്തുള്ള ആരാധനയും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മളെ ഗുരു സ്റ്റുഡിയോയിലെ സന്തോഷം ഒരു വീഡിയോ എടുത്തില്ലായിരുന്നു? അതിപ്പം ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കയറി അങ്ങ് വൈറലായി. അത് മമ്മൂക്ക ഫാൻസ് ഏറ്റെടുത്ത്. അങ്ങനെ പത്രക്കാരും ചാനലുകാരെല്ലാം കൂടെ ഇപ്പൊ ഇങ്ങോട്ട് എത്തും.
നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മമ്മൂക്കായുടെ ഒരു കടുത്ത ആരാധകന്റെ വീടിന്റെ മുന്നിലാണ്. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം ഉപേക്ഷിച്ചിട്ടും മമ്മൂക്കായോടുള്ള ആരാധന വിട്ടുമാറാതെ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് സഞ്ജയ്. സഞ്ജയ്, ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്റെ കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ആരൊക്കെ വെറുത്താലും ഞാൻ എന്റെ മമ്മൂക്കയെ വെറുക്കില്ല. കാരണം മമ്മൂക്ക എന്റെ ചങ്കാണ്, ചങ്ക്. സഞ്ജയ് പറയുന്നത് മമ്മൂക്ക ചങ്കാണെന്നാണ്. പക്ഷേ മമ്മൂക്കായോടുള്ള ഈ ആരാധന എന്തെങ്കിലും മമ്മൂക്ക അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. മമ്മൂക്ക എന്തെങ്കിലും നേരിട്ട് സഞ്ജയ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അതിനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മമ്മൂക്ക ഉടൻ തന്നെ സഞ്ജയുടെ വീട്ടിൽ എത്തിച്ചേരുമെന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകരായ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന മലയാള സിനിമയുടെ മെഗാസ്റ്റാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മമ്മൂക്ക, സ്വാഗതം. സഞ്ജയ്, നിങ്ങളെപ്പോലുള്ള ആരാധകരാണ് ഞങ്ങളെ താരങ്ങളാക്കുന്നത്. ആരാധന ഒരു പരിധിവരെ നല്ലതാണ്. ലോകമെമ്പാടുമുള്ള അനേകം മലയാളികളടക്കം ധാരാളം ആളുകൾ, ഞാൻ ഉൾപ്പെടുന്ന നിരവധി താരങ്ങളെ ആരാധിക്കാറുണ്ട്. എന്നാൽ സഞ്ജയ് അടക്കമുള്ള എല്ലാ ആരാധകരോടും എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രം: സ്വന്തം കടമകളും കർത്തവ്യങ്ങളും മറന്ന് അന്ധമായ ഒരു ആരാധന പാടില്ല ഒന്നിനോടും. സഞ്ജയ്, ഇനിയെങ്കിലും ഈ മാനറിസങ്ങളൊക്കെ മാറ്റിവെച്ച് നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ നോക്കും. അപ്പോൾ ഞാൻ വരട്ടെ എല്ലാവരോടും. മമ്മൂക്ക, പോകാൻ പറ്റേ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എന്റെ കൂടെ ഒരു ഡാൻസ് കൂടെ കളിച്ചിട്ട് പോയാ പോരെ? മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ. സഞ്ജയുടെ കൂടെ ഡാൻസ് കളിക്കണം. നിങ്ങളുടെയൊക്കെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഞാനായിട്ട് കുറയ്ക്കുന്നില്ല. ഇന്നാ പിടിച്ചോ. കേട്ടില്ലേ കേട്ടില്ലേ എന്നെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ എട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്കിറ്റ് ഇത്ര എൻജോയ് ചെയ്ത് കണ്ടത്. അടിപൊളിയായിരുന്നു. എന്താ എക്സ്പ്രഷൻ. ഇതൊക്കെ മുമ്പ് സ്കിറ്റ് ചെയ്തപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് കേട്ടാ. ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓ, ഞാൻ ആരുടെ സ്കിറ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. നീ കേട്ടുണ്ടോ? അങ്ങനെയല്ല, ഞാൻ ആരുടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല സഞ്ജയ്, അടിപൊളിയായിരുന്നു. വിവേകേട്ടാ, കമന്റ്സ് പറയൂ. ഒന്നും പറയല്ല സഞ്ജയ്, തകർപ്പൻ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഇപ്പം സഞ്ജയ് സ്കിറ്റ് ചെയ്യാൻ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം എപ്പോഴും സഞ്ജയുടെ ഡാൻസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഭയങ്കര ഹെവി പെർഫോമൻസ് ആയിരുന്നു. കഴിഞ്ഞ സഞ്ജയുടെ പെർഫോമൻസ് വെച്ച് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞ് വിടുകയും ചെയ്തു, കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തുകൊണ്ട് പോകാമെന്നൊക്കെ നമ്മൾ പറഞ്ഞ് വിടുകയും ചെയ്തു. അതിന് കറക്റ്റ് തക്കതായിട്ടൊരു ഉത്തരവാണ് സഞ്ജയ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഒന്നും പറയല്ല, ഹെവി. ശരിക്കും ഒരു ഹാർഡ് കോർ മമ്മൂക്ക ഫാൻ തന്നെയാണെന്ന് മനസ്സിലായി. ആ മമ്മൂക്കയായിട്ട് അഭിനയിച്ച ആൾ വളരെ ഗംഭീരമായിരുന്നു കേട്ടോ പെർഫോമൻസ്. നല്ല ഒരു എൻട്രി. ഞാൻ ഈ ശരിക്കും ഈ എൻട്രിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ആരാണ് എന്താണെന്നുള്ള ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു വലിയൊരു എൻട്രി ആയിരുന്നു. വിചാരിച്ചു വീഡിയോ കോളിൽ കാണാൻ പറ്റുമായിരിക്കും. ഒരിക്കലും ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത ആര് കമന്റ് പറയണ്ട? സഞ്ജയ് പറ, അടുത്ത ആരുടെ കമന്റ് പറയണ്ട? എന്താ പറയാ, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പ സൂപ്പർ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞുള്ളൂ, അപ്പോഴേക്ക് ഇപ്രാവശ്യം നീ അടിപൊളി പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ആൻഡ് കൂടെ സപ്പോർട്ട് ചെയ്ത് ഫഹദൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. കംപ്ലീറ്റ്ലി ആ ക്യാരക്ടറായിട്ട് അങ്ങോട്ട് മാറി. സൂപ്പർ. പിന്നെ ആ ഫ്രണ്ടും എല്ലാവരും കൂടെ ചെയ്ത, പിന്നെ എസ്പെഷ്യലി ചേട്ടനും വലിയൊരു താങ്ക് യു. ഈ ഒരു സ്കിറ്റിൻ്റെ ഒരു 100% സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു 90% ആ ഒരു ക്ലൈമാക്സ് ആണ് അതിൻ്റെ ഒരു ഭയങ്കര ബൂസ്റ്റ് നൽകിയത്. സോ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി. അടുത്തത് പറയും. സഞ്ജയ്, കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു സ്കിറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല.
ഞാൻ സ്കിറ്റ് എന്ന് പറഞ്ഞപ്പോൾ കൂടി ഞാൻ ഏതെങ്കിലും സിനിമയിലെ ഡയലോഗ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സീൻസ് എടുത്തിട്ട് റീക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും വിചാരിച്ചത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ്, നല്ലൊരു സ്ക്രിപ്റ്റ്, കുറേ കോമിക് ആയിട്ടുള്ള കുറേ ഡയലോഗ്സ് ഒക്കെ ഉള്ള നല്ലൊരു സ്ക്രിപ്റ്റ്. ആൻഡ് ഫഹദ് അടിച്ച് പൊളിച്ചു, കിടിലായിരുന്നു. ആൻഡ് എൻ്റെ പേരെന്താ, ആകാശ് അടിപൊളിയായിരുന്നു. ഇതിനകത്ത് വന്ന എല്ലാ ക്യാരക്ടേഴ്സും കിട്ടില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ഒരു ഫിഗർ പോലെ വരും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ വീഡിയോ വാളിലായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ സ്കിറ്റ് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. ഉഗ്രനായിരുന്നു. സഞ്ജയ് കിടിലം.